ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണ്, എല്ലാവരും സുരക്ഷിതരാണെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ നാട്ടിലിപ്പോൾ നമ്മുടെ നാടല്ല, ലോകം മൊത്തം ഒരു വിപത്തിലാണ്. കൊറോണ വൈറസിൻ്റെ ഇതിലാണ് ഇപ്പോൾ നമ്മുടെ നാട് മൊത്തം. അപ്പോൾ എല്ലാവരോടും എനിക്ക് ഈ വീഡിയോയിലൊക്കെ നടക്കുമ്പോൾ പറയാനുള്ളത്, നിങ്ങളെല്ലാം വീട്ടിൽ സേഫായിട്ട് ഇരിക്കുക. ഇപ്പോൾ ആൾ കൂടുന്ന സ്ഥലത്തും അതുപോലെ തന്നെ ടൗണിലൊക്കെ പോകാതിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് കുറേ ആയി നമ്മൾ വീഡിയോ ചെയ്തിട്ട്. ഏകദേശം നമ്മൾ ഡിസംബറിലാണ് ലാസ്റ്റ് വീഡിയോ ചെയ്തത്. ഇപ്പോൾ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, ഇതിപ്പോൾ ഏപ്രിൽ മാസത്തിലേക്ക് കടന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 4 മാസത്തിൻ്റെ അടുത്താണ് നമ്മൾ വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ കുറേ പേർ എന്നോട് പറഞ്ഞു എന്താ വീഡിയോ ഒന്നും കാണാത്ത. അതുപോലെ തന്നെ വീട്ടിലൊക്കെ ഇരുന്നിട്ട് എനിക്ക് ബോറടിക്കുന്നത്, നിങ്ങൾക്കും ബോറടിക്കുന്നുണ്ട്, എനിക്കും ബോറടിക്കുന്നുണ്ട്. അപ്പോൾ പുറത്തുനിന്ന് കളിക്കാനും പിന്നെ ഒന്നിനും പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് മഡ് ചിക്കനാണ്. അതായത് കേരളത്തിൽ ആദ്യമായിട്ട് ചെയ്തത് ജിയോ ജോസഫാണ്, M4 ടെക്കിലെ. അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും, മലയാളത്തിൽ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സുള്ള ഒരു ടെക്നോളജിക്കൽ ചാനലാണ് ജിയോ ജോസഫിൻ്റെ M4 ടെക്ക്. അപ്പോൾ ജിയോ ചേട്ടനാണ് നമ്മുടെ മഡ് ചിക്കൻ്റെ ക്രെഡിറ്റ്. അപ്പോൾ ചേട്ടനാണ് ഇതിൻ്റെ ഓണർഷിപ്പ്. ഞാൻ വെറുതെ ഇപ്പോൾ ബോറടിച്ചപ്പോൾ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയപ്പോൾ അത് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ബ്രേക്ക് ദ ചെയിൻ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. നമ്മൾ നമ്മളെ വീഡിയോ എടുക്കേണ്ട സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഔട്ട്ഡോറാണ് പ്ലാൻ ചെയ്തത്. ചില സാങ്കേതിക കാരണത്താൽ നമുക്ക് വീഡിയോ ഇൻഡോർ ചെയ്യേണ്ടി വന്നു. ചിലപ്പോൾ നമ്മൾ ഇതിന് കളിമണ്ണ് ആഡ് ചെയ്യുന്നത് നമുക്ക് വേണമെങ്കിൽ ഔട്ട്ഡോർ ചെയ്യാം. അപ്പം നമുക്ക് നമ്മുടെ ചിക്കനിലേക്ക് തുടങ്ങാം. ഇതാണ് നമ്മുടെ ചിക്കൻ. നമുക്ക് നമ്മുടെ ഈ ചിക്കനിൽ ഈ ലെഗിനും അതുപോലെ തന്നെ നമുക്ക് ഈ ചെസ്റ്റിലൊക്കെ കുറച്ച് വര പറഞ്ഞു കൊടുക്കണം. എന്നാലേ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന മസാല ഇതിൽ കറക്റ്റ് പിടിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ ചിക്കൻ്റെ ചെസ്റ്റിലൊക്കെ വര പറഞ്ഞു കൊടുക്കാം. ചുറ്റി ചുറ്റി അപ്പം നമ്മുടെ ചിക്കനെ മൊത്തം വരഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ചിക്കൻ. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല റെഡിയാക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് നമ്മുടെ ചിക്കനിലേക്ക് അടിയുള്ള മസാല റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മളൊരു 3 ടീസ്പൂൺ മുളക് പൊടി, ഒരു 3.5, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി നമുക്ക് അധികം വേണ്ട, 1/2 ടീസ്പൂൺ എന്ന ധാരാളമാണ്. പിന്നെ ഒരു 2.25 ടീസ്പൂൺ മല്ലിപ്പൊടി. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇഞ്ചിയും നമ്മൾ ഇപ്പോൾ ഒരു ചെറിയ ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു ചെറിയൊരു വെളുത്തുള്ളിയും കൂടി പേസ്റ്റാക്കി വെച്ചാണ്. അപ്പോൾ നമുക്ക് ഇതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് ഉപ്പ്. അപ്പോൾ നമുക്കിപ്പോൾ സ്വന്തമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്രകാരം ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർക്കുന്നതാണ്. എനിക്കിപ്പം കുറച്ച് ഉപ്പ് ഇഷ്ടമുള്ളൊരു ടൈപ്പാണ്. ഇനി നമുക്ക് വേണ്ടത് ഒരു ചെറുനാരങ്ങയാണ്. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ ചെറുനാരങ്ങ കട്ട് ചെയ്യാം. ഓക്കെ, നമ്മുടെ ചെറുനാരങ്ങ നമുക്ക് നമ്മുടെ ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിപ്പോൾ ഒരു ഫുൾ ചെറുനാരങ്ങയും നമ്മുടെ ഫുൾ ചെറുനാരങ്ങ നമ്മൾ ചേർക്കണേ. നമുക്ക് ഇത് ഒന്ന് മിക്സാക്കി എടുക്കണം. അപ്പം നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ഇവിടെ വെളിച്ചെണ്ണ പറഞ്ഞ് നമ്മുടെ മസാല ഇപ്പോൾ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ വരഞ്ഞ് വെച്ച് നമ്മുടെ കോഴിക്കൊട്ടനെ മസാലയിൽ കുളിപ്പിക്കണം. ഓക്കെ, അപ്പം നമ്മളിതിൻ്റെ ചെസ്റ്റിലും അതുപോലെ തന്നെ ലെഗിലൊക്കെ നമ്മൾ മസാല ആഡ് ചെയ്യാണ്. അപ്പം നമുക്ക് നമ്മുടെ ചിക്കൻ്റെ ലെഗിലൊക്കെ നല്ലോണം നമ്മുടെ മസാലയിൽ കുളിപ്പിച്ചെടുക്കാം. ഓക്കെ,
ചിക്കൻ ഇപ്പോൾ സെറ്റായി. നമ്മൾ കുറച്ച് നേരം ഫ്രീസറിൽ വെച്ചിരുന്നത്. അപ്പോൾ ഒന്ന് സെറ്റായി, മസാലയൊക്കെ ഇതിലേക്ക് ഉറച്ചിരിക്കുകയാണ്. ഇനി നമ്മളിപ്പോൾ ഒരു വാഴയില വാട്ടിയിട്ടുണ്ട്. ആ വാഴയില വെച്ച് നമുക്ക് നമ്മുടെ ചിക്കൻ കൂട്ടനെ പൊതിഞ്ഞെടുക്കണം. അപ്പം നമ്മുടെ ചിക്കൻ നമ്മളൊരു വാഴയില വെച്ചിട്ട് പൊതിയാൻ പോവാണ്. നമ്മളിപ്പോൾ അത്യാവശ്യം വലിയൊരു വാഴയിലാണ് നമ്മൾ എടുത്തിരിക്കണേ. നമ്മുടെ ചിക്കൻ കുട്ടപ്പനെ നമ്മൾ ഈ വാഴയില വെച്ച് പൊതിയാണ്. ഇതുപോലുള്ളൊരു വാഴനാര് വെച്ച് നമുക്ക് ഇവനെ കെട്ടി വെക്കാം. ഫ്രണ്ട്സ്, ഇനി നമുക്ക് വേണ്ടത് ഇതുപോലുള്ളൊരു അലൂമിനിയം ഫോയിലാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കടയിലൊക്കെ വാങ്ങാൻ കിട്ടും. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള അലൂമിനിയം ഫോയിൽ കൊണ്ട് നമുക്ക് നമ്മുടെ ചിക്കനെ കോട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പം നമ്മുടെ ചിക്കനെ ഫോയിൽ വെച്ച് നമ്മൾ കോട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പം നമ്മൾ ഇതിനെ കൊണ്ടൊരു 2 പ്രാവശ്യമെങ്കിലും കോട്ട് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. നമ്മൾ ഒരു തവണയും കൂടി നമ്മുടെ ഫോയിൽ ഉപയോഗിച്ച് നമ്മുടെ ചിക്കൻ കുട്ടപ്പനെ കോട്ട് ചെയ്യാണ്. അപ്പോൾ മച്ചാന്മാരെ നമ്മളെ കളിമണ്ണ് സെറ്റാക്കിയില്ല, കളിമണ്ണ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് സെറ്റ് ചെയ്യണം. ഓക്കെ, നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ച് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. നമ്മളിപ്പം പോയി എടുത്ത് വെച്ചാണ്. അപ്പം മച്ചാന്മാരെ നമ്മുടെ ഈ എന്താ പറയുക, നമ്മുടെ കളിമണ്ണ് സെറ്റായി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കളിമണ്ണ് നമ്മുടെ ഈ ചിക്കൻമേൽ കോട്ട് ചെയ്യണം. ഓക്കെ, നമ്മുടെ ഈ കളിമണ്ണ് ചിക്കൻമേൽ ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ, മച്ചാന്മാരെ നമ്മുടെ ചിക്കൻ മൊത്തം നമ്മൾ കളിമണ്ണ് വെച്ച് ചെയ്തിട്ടുണ്ട്, അടച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ചുട്ടെടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്കിത് ചുടാം. അപ്പം നമ്മുടെ തീ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിപ്പോൾ നമ്മുടെ ഈ ചിക്കൻ ഇതിലേക്ക് വെക്കണം. ഓക്കെ, നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 1 മണിക്കൂറോളം നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ മച്ചാന്മാരെ നമ്മുടെ ചിക്കൻ കുട്ടപ്പൻ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവനൊന്ന് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇവൻ്റെ ഒരു പീസ് എടുത്ത് ഉണ്ട്. കഴിച്ചോ, കഴിക്കടാ, ഇന്നടാ കഴിച്ചോ, ഇത് കഴിച്ചോ. അപ്പം ചിലപ്പോൾ വെച്ചാൽ നമ്മളെ എന്താ പറയുക, ഇഞ്ചിയുടെ വെളുത്തുള്ളിയിലൊക്കെ ഇത് മേലെ ഉണ്ട്. പിന്നെ നമ്മൾ ഉപ്പ് താഴെ ഇറങ്ങി ചെന്നിട്ടുണ്ട്. താഴെ ഇതിൽ ഉപ്പ് കിട്ടുന്നുണ്ട്.